അസ്സലാമലൈക്കും ഓൾ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് സ്മോക്കഡ് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ചിക്കൻ തന്തൂരിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ടിപ്പോൾ ഞാനിവിടെ 4 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലെമൺ ജ്യൂസ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഇതിലേക്ക് ചേർക്കുന്നത്. ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, അടച്ച് വെച്ചിട്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. എങ്കിലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ലെഗ് പീസ് ആയതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും കേട്ടോ ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഒരു വശം ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിലൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഇതിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി ഇതുപോലെ ഒരു കുഴിയുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചാർക്കോളോ അല്ലെങ്കിൽ ഇതുപോലെ തീക്കനലോ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് സ്മോക്കിംഗ് വരാൻ തുടങ്ങുമല്ലോ. ആ ഒരു സമയത്ത് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് മതി കേട്ടോ. ഫ്ലെയിം ഓണാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണേ. അപ്പോൾ നന്നായിട്ട് തന്നെ സ്മോക്കിംഗ് ഒക്കെ ഈ ഒരു ചിക്കനിൽ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്മോക്ക്ഡ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ലെഗ് പീസ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ കഴിക്കാൻ കൊതിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.